നമസ്കാരം. ജ്യോതിഷത്തെ മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിൻ്റെ 5ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ചൊവ്വ അഥവാ കുജഗ്രഹം പ്രകൃത്യ ആവി ആകുന്നു. തമോ ഗുണം പ്രധാനനും ആകുന്നു. കുജൻ്റെ ദിക്ക് തെക്ക് ആകുന്നു. കാലം വർഷമാകുന്നു. രത്നം പവിഴവും ലോഹം ചെമ്പും രസം കയ്പും ആകുന്നു. വൃക്ഷം മുള്ളുകളുള്ള മരങ്ങൾ ആകുന്നു. കാലാദികളിൽ ദിവസം ആകുന്നു. കുജൻ്റെ ബന്ധുകാരകത്വം ഇളയ സഹോദരനാകുന്നു. ഗൃഹത്തിലെ സ്ഥാനം അടുക്കള ആകുന്നു. നിറം കടും ചുവപ്പ് നിറവും ആകുന്നു. കുജൻ ഒരു ഭാഗം കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു. കുജന് 10 കിരണങ്ങളാണ് ഉള്ളത്. അഗ്നിയാകുന്നു കുജൻ്റെ ഗ്രഹതത്വം. കുജനെ പുരുഷഗ്രഹമായി കണക്കാക്കുന്നു. കുജൻ സ്ഥൂല ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു. ചന്ദ്രൻ, സൂര്യൻ, ഗുരു എന്നീ ഗ്രഹങ്ങൾ കുജൻ്റെ ബന്ധുക്കളാകുന്നു. ശുക്രനും ശനിയും സമന്മാരാകുന്നു. ബുധൻ ശത്രുവാകുന്നു. കുജഗ്രഹത്തിൻ്റെ കാരകത്വം. കുജൻ സഹോദരകാരകനാണ്. ഇളയ സഹോദരങ്ങൾ യുദ്ധം, ശത്രുസൈന്യം, സൈന്യാധിപത്യം, ആയുധം, ഭൂമി, നാൽക്കാലി, കൊള്ളിമീൻ, സത്യം, പരാക്രമം, വിനയം, വിഖ്യാതി, കുന്തം, ധനുസ്, ബാണം ഇവയെല്ലാം കുജനെ കൊണ്ട് ചിന്തിക്കാം. കുജഗ്രഹത്തിന് അതിദേവതകൾ 2 ആണ്: സുബ്രഹ്മണ്യനും ദേവിയും. കുജൻ ജാതകത്തിൽ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും, യുഗ്മരാശിയിലാണെങ്കിൽ ദേവി, ദുർഗാദേവി, ഭദ്രകാളി, പാർവതി ദേവി. എല്ലാവരിലും ചൊവ്വ കുജഗ്രഹം പ്രസാദിക്കുന്നു. അടുത്ത ഭാഗത്തിൽ നമുക്ക് ബുധഗ്രഹത്തെ മനസ്സിലാക്കാം. അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് 6ാം ഭാഗത്തിൽ വീണ്ടും